ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുള്ള സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33% കൂടുതൽ വിവിപാറ്റ് രസീതുകൾ എണ്ണാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഉണ്ണി ചേരുന്നു. ഉണ്ണി, എന്തൊക്കെയാണ് കോടതി വിധി? ഗോപി, വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിലെ രീതിയിൽ നിന്നും മാറിക്കൊണ്ട് കൂടുതൽ വിവിപാറ്റുകൾ എണ്ണാനോ വഴിയൊരുക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഉത്തരവ്. ഒരു മണ്ഡലത്തിലെ ഒരു പോളിംഗ് ബൂത്തിൽ നിന്നുള്ള ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകളാണ് വിവിപാറ്റുമായി നിലവിൽ താരതമ്യപ്പെടുത്തുന്നതിനുള്ള തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരുന്നത്. അത് മാറ്റിക്കൊണ്ട് 50% വിവിപാറ്റുകൾ എണ്ണണമെന്ന ആവശ്യമാണ് 21 പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. ഇന്നത്തെ വിധിയിലൂടെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഓരോ മണ്ഡലത്തിലെയും 5 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവിപാറ്റുകൾ എണ്ണണമെന്നുള്ളതാണ്. ഈ വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകളും അതിന് അനുബന്ധമായുള്ള വിവിപാറ്റുകളും താരതമ്യപ്പെടുത്തി നോക്കണം. അതായത് ഒരു വോട്ടിംഗ് യന്ത്രത്തിലെ വിവിപാറ്റുകൾ മാത്രം എണ്ണുന്ന നില മാറിക്കൊണ്ട് 5 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവിപാറ്റുകൾ എണ്ണുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അത് തന്നെ സുതാര്യത ഉറപ്പാക്കാൻ കഴിയും. അതിലൂടെ സംശയങ്ങൾ മാറ്റാനും കൂടുതൽ സുതാര്യമായി വോട്ടെണ്ണലുണ്ടെന്ന് വോട്ടർമാർക്കും ഒപ്പം രാഷ്ട്രീയ പാർട്ടികൾക്കും ഉറപ്പുവരുത്താനും കഴിയുമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി നിലവിൽ 50% എന്ന ആവശ്യം അംഗീകരിക്കപ്പെടുന്നില്ല എങ്കിലും വലിയൊരു മാറ്റം തന്നെ വോട്ടെണ്ണുന്നതിൽ ഉണ്ടാവുകയാണ്. 50% വിവിപാറ്റുകൾ എണ്ണുകയാണെങ്കിൽ വലിയ കാലതാമസം ഉണ്ടാകും. 6 ദിവസം വരെയെങ്കിലും സമയമെടുക്കുമെന്ന ആവശ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആവശ്യത്തെ എതിർത്തുകൊണ്ട് ഉന്നയിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങൾ ഭാഗികമായെങ്കിലും അംഗീകരിക്കുകയും അതേസമയം തന്നെ നിലവിലെ രീതിയിൽ അല്പമെങ്കിലും മാറ്റം വരുത്താനും സുപ്രീം കോടതി തയ്യാറായിരിക്കുന്നത്. ഉണ്ണി, സ്വാഭാവികമായും ഒരു വോട്ടിംഗ് യന്ത്രത്തിലെ ഇപ്പോൾ പുതിയ രീതി അനുസരിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച ആവശ്യം പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല എങ്കിലും കൂടുതൽ സുതാര്യമാവുന്നു എന്നർത്ഥം. തീർച്ചയായും ഒരു വോട്ടിംഗ് യന്ത്രത്തിൽ മാത്രം എണ്ണുന്നതിന് പകരമായി 5 എണ്ണം എണ്ണുമ്പോൾ അതിൽ റാൻഡം രീതിയിൽ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഈ നറുക്കെടുപ്പിലൂടെ ഏതൊക്കെ സ്ഥലങ്ങളിലേത് എണ്ണണമെന്ന് തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ആ സ്ഥലങ്ങളിലുള്ള മറ്റ് നാല് EVM-ലെ വിവിപാറ്റുകൾ കൂടി കൂടുതലായി എണ്ണുന്നതിലൂടെ സുതാര്യത ഉറപ്പാക്കാൻ കഴിയുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നിലവിൽ ഒരു സ്ഥലത്ത് മാത്രം എണ്ണുമ്പോൾ മറ്റിടങ്ങളിൽ സുതാര്യത ഇല്ല എന്നൊരു പരാതിയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നത്. അതിന് പരിഹാരമാകാൻ വേണ്ടിയാണ് സുപ്രീം കോടതി 4 എണ്ണമായി കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് ആകെ ഒരു മണ്ഡലത്തിലെ 5 EVM-കളിലെ വിവിപാറ്റുകൾ എണ്ണണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ സംശയിക്കുകയല്ല, മറിച്ച് കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനാണ് ഈ നടപടിയെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് ഈ ഉത്തരവിറക്കിക്കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഉണ്ണി, ഈ 1-ന് പകരം 5 എണ്ണുമ്പോൾ അതിൽ സമയം കൂടുതൽ എടുക്കുക അങ്ങനെയൊന്നുമില്ലല്ലോ അല്ലേ? ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വൈകുക എന്നത് സംഭവിക്കില്ലല്ലോ. കാരണം അത്രമേൽ എണ്ണുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇതിന് കാലതാമസം ഉണ്ടാകില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് കോടതി എത്തിയിരിക്കുന്നത്. 50% വിവിപാറ്റുകൾ എണ്ണണമെങ്കിൽ ഒരു മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്തിരിക്കുന്ന പകുതി വോട്ടുകളിലെ വിവിപാറ്റുകൾ EVM-ലെ വോട്ടുകളുമായി താരതമ്യപ്പെടുത്തണം. അതിന് വലിയ കാലതാമസം ഉണ്ടാകുമെന്നൊരു വാദമാണ് ഈ ആവശ്യത്തെ എതിർത്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 5 വോട്ടിംഗ് യന്ത്രങ്ങളിലേത് മാത്രമാകുമ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന സമയത്തേക്കാൾ കുറച്ചധികം സമയം മാത്രമേ എടുക്കാൻ സാധ്യതയുള്ളൂ. അത് 1-2 ദിവസമാകാനോ അല്ലെങ്കിൽ ഈ വോട്ടെണ്ണൽ നടപടികളെ ആകെ തന്നെ ബാധിക്കാനോ ഒന്നും സാധ്യതയില്ല. ഗോപി, ഉണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്.